വിജയകുമാർ, ഞങ്ങള് തൃശ്ശൂർക്കാർക്ക് പൂരമെന്ന് പറഞ്ഞാൽ അതൊരു പൂരമാണ്. ഈ പാഞ്ചേട്ടൻ സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്ന പോലെ പൂരങ്ങളുടെ 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 പൂരമാണ് എന്ന് പറഞ്ഞാൽ അത് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെയായാലും ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ മുമ്പിൽ ഇത് കഴിയുന്നത് വരെ 36 മണിക്കൂറാണ്. ഇത് രാവിലെ തുടങ്ങി നാളെ ഉച്ച വരെ നീളുന്ന 36 മണിക്കൂർ. അത് മേളത്തിൻ്റെ മേളപ്പെരുക്കത്തിൻ്റെ ആനകളുടെ ദൃശ്യ വിസ്മയം കാണുന്ന കാഴ്ചയാണ്. ഇതിൽ ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയത് വിജയകുമാർ, കഴിഞ്ഞ തവണ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്കറിയാം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്ത് അച്ചടക്കത്തോടെയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നത്. ആന കടുത്തൂടെ കടന്നു പോകുന്നു, ഒരു തരത്തിലും അവരതൊരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. അവരിതിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടാണ് പൂരപ്രേമികൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളെക്കുറിച്ചൊരു സാധാരണ കളിയാക്കി പറയാറുണ്ട്, ആനയെയും ചെണ്ടക്കോലും കണ്ടാൽ കുടുംബത്തെ വിട്ട് ആനയുടെ കൂടെ പിറകെ പോകും എന്ന് സാധാരണ തൃശ്ശൂർക്കാരെ കുറിച്ച് പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഇപ്പം നോക്കിക്കോളൂ, എലഞ്ഞിത്തറ മേളം നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ എലഞ്ഞിത്തറ മേളത്തിൻ്റെ ഈണം അത് കാലങ്ങൾ കൊട്ടിക്കയറുകയും കൊട്ടിക്കലാശിക്കുകയും ചെയ്യുന്ന ആ സമയത്തൊരു 2-2.5 മണിക്കൂർ അതിൽ തലയാട്ടി അതിലങ്ങ് അലിഞ്ഞു ചേരുകയാണ് പൂരപ്രേമികൾ. അപ്പം അത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു മണിക്കൂറുകളിലൂടെ കടന്നു വന്ന ചെറുപൂരങ്ങൾ വരുന്നു. അത് കണിമംഗലം പൂരത്തിൽ തുടങ്ങി ചെറുപൂരങ്ങൾ, ഘടകപൂരങ്ങൾ എന്നും പറയും, ഘടകക്ഷേത്രങ്ങളിൽ നിന്നാണ് വരുന്നത്. അത് കഴിഞ്ഞു മടത്തിൽ വരവ് തിരുവമ്പാടിയുടേതാണ്, വളരെ പ്രശസ്തമാണ്. നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാവും. അന്നമനയുടെ അച്യുതമാരാർ തുടങ്ങി പ്രമുഖരായിട്ടുള്ള ഒരുപാട് വാദ്യമേളങ്ങളുടെ പെരുമ സൃഷ്ടിച്ചവർ ഈ തിരുവമ്പാടിയുടെ മടത്തിൽ വരവിൽ കൊട്ടിക്കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിങ്ങനെ കഴിഞ്ഞ് 11:30 മണിക്ക് തുടങ്ങി 12 കാലാകുമ്പോഴേക്കും പാറമേക്കാവിൻ്റെ എല്ലാത്തിനും സമയമുണ്ട്. പാറമേക്കാവിൻ്റെ പൂരം ആരംഭിക്കുകയായി. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ അവിടെ ചെറിയൊരു കുടമാറ്റമുണ്ട്. പിന്നെയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഏറ്റവും ലോകപ്രശസ്തമായിട്ടുള്ള എലഞ്ഞിത്തറ മേളം. വിജയകുമാർ അറിയാലോ, ഒരു പക്ഷേ ഈ ലോകത്ത് ഇതുപോലൊരു സിംഫണി വേറെ പറയാം. നമ്മൾ ബീതോവൻ്റെ സിംഫണിയെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഒരുപക്ഷെ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സിംഫണി. 250-ലേറെ കലാകാരന്മാർ കൊമ്പും കുഴലും ഇലത്താളവും ഒക്കെ വെച്ചിട്ട് ഒരു നടത്തുന്ന ഒരു ഇത്. അതിന് അവർ കണക്ക് എണ്ണി പറഞ്ഞല്ല, മനസ്സിൽ കണക്ക് കൂട്ടിയാണ്. അതിലൊരു താളം പോലും പിഴക്കില്ല. അത് അത്ര മനോഹരമായിട്ടാണ് എലഞ്ഞിത്തറ മേളം കഴിഞ്ഞത്. ഇപ്പോൾ അതാ തെക്കോട്ടിറക്കമാണ്. എന്തൊരു സൗന്ദര്യമാണ്. വടക്കുനാഥനെ സാക്ഷിയാക്കി തെക്കോട്ടിറങ്ങുകയാണ്. പാറമേക്കാവിൻ്റെ തെക്കോട്ടിറക്കം കാണാൻ തന്നെ വലിയ ചന്തമാണ്. ഗുരുവായൂർ നന്ദൻ എൻ്റെ ഇതിൽ പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുകയാണ്. അവിടെ വന്ന് താഴോട്ടിറങ്ങി രാജാവിനെ വലം വെച്ച് വടക്കുനാഥിനെ നോക്കിക്കൊണ്ട് 15 ആനകൾ അണിനിരക്കും. അപ്പുറത്ത് പാറമേക്കാവിൻ്റെ ആനകൾ, നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ അണിനിരന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് വടക്കുനാഥ ക്ഷേത്രത്തിന് മുന്നിലായി തിരുവമ്പാടിയുടെ 15 ആനകൾ അണിനിരക്കും. തുടർന്നാണ് കുടമാറ്റം. വിജയകുമാർ, കുടമാറ്റത്തെക്കുറിച്ച് പറയുന്ന ഇത് ദേവിമാരുടെ സൗന്ദര്യ മത്സരമാണെന്നുള്ളൊരു വിശ്വസിക്കുന്നൊരു സങ്കല്പമുണ്ട്. എന്തായാലും ഇത്ര മനോഹരമായിട്ട് കുടകൾ, ഞാനൊരു 10-30 വർഷമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നതാണ്. ഞാൻ തൃശ്ശൂർ മാധ്യമപ്രവർത്തകനായിരുന്ന കാലത്ത് 90-കളിലൊക്കെ കുടമാറ്റം പകലായിരുന്നു. കുടമാറ്റം ഒരു 5 മണിക്ക് തുടങ്ങിയാൽ ഒരു 6 മണിക്കുള്ളിൽ അവസാനിക്കും. മറ്റേ ലിപ്പ മാറി അത് രാത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് നേരത്തെ പോലെയുള്ള കുടകൾ മാത്രമല്ല, LED കുടകൾ വന്നിരിക്കുന്നു. നേരത്തെ കുടകൾ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് കുടകൾ മാത്രമല്ല, ദൃശ്യ ഇതിൽ കാണാവുന്ന പോലെ ഒരു ആർട്ടിസ്റ്റിക് ലുക്ക് തോന്നുന്ന കുടകളല്ലാത്ത രൂപങ്ങളും ദൃശ്യരൂപങ്ങളും വരാറുണ്ട്. കഴിഞ്ഞ തവണ നമ്മളത് കണ്ടതാണ്. ഒരുപക്ഷെ നമ്മൾ പ്രവചിച്ചതാണ്, ഞാനും വിജയകുമാറും ഒരുപക്ഷെ ബെറ്റ് വെച്ചതാണ്. ഞാൻ പറഞ്ഞു മെസ്സിയുടെ ഒരു കുടകൾ വരും എന്ന് പറഞ്ഞപ്പോൾ അത് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയും, പക്ഷേ മെസ്സിയുടെ കുട അവസാനം വന്നു. ഒരുപക്ഷെ അതൊരു വലിയതായിരുന്നു. ഞാൻ വിജയകുമാറിൻ്റെ ഒപ്പം ഈ കുടമാറ്റത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതിൽ എനിക്ക് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മയാണ് വിജയകുമാർ. പിന്നെ ഈ പൂരത്തിനൊരു പ്രത്യേകത, പകൽ പൂരത്തിൻ്റെ ആംബിയൻസ് അല്ല രാത്രി പൂരത്തിന്. രാത്രി പന്തൊക്കെ കത്തിച്ച് ആനകളുടെ ഈ കണ്ണിൽ ഈ പന്തത്തിൻ്റെ വെളിച്ചം തിളങ്ങി നിൽക്കുന്നത് കാണാം. ഞാൻ ഇതോടൊപ്പം ഒരുപാട് വർഷങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു വല്ലാത്ത, അതിൻ്റെ നടുവിൽ നിൽക്കുന്നത് പറയുന്നത് ഒരു വല്ലാത്ത ഒരു അനുഭവമാണ്. ഇപ്പോൾ ഇരിക്കുന്ന പ്രേക്ഷകർക്കറിയാതെ പൂരത്തിൻ്റെ നടുവിൽ കയറി നിന്ന് ഇത് ആസ്വദിക്കുക. ഇപ്പോൾ കുടമാറ്റത്തിൻ്റെ സമയത്ത് ഈ പൂഴി മുതലോട്ടിട്ടാൽ താഴെ വീഴില്ല എന്ന തൊഴിൽ ആണ് ജനക്കൂട്ടം അവിടെ എത്തുക. ജനലക്ഷങ്ങളാണ് എത്തുന്നത്. അത് എന്താ പറയുക, തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള പൂരപ്രേമികൾക്ക് ഇത് ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ്. ഈ കുടമാറ്റം കഴിഞ്ഞാണ് പിന്നെ രാത്രിപൂരം വരുന്നത്. രാത്രിപൂരത്തിന് വേറെ ഒരു രൂപമാണ്. ഇതെല്ലാം കഴിഞ്ഞ്
നാളെ പുലർച്ചെയാണ് വെടിക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് ജോസ് കരേരക്കാട്ടിനെ പോലുള്ള വലിയ വെടിക്കെട്ടുകാരുടെയൊക്കെ ഞാൻ ഓർക്കുന്നു. കാരണം നമ്മൾ വെടിക്കെട്ട് നടക്കുന്നതിൻ്റെ അടുത്തൊരു തവണ പോയി നിന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രകമ്പനത്തിൽ പെട്ടുപോയിട്ട് പിന്നീട് ഞാൻ വെടിക്കെട്ട് നടക്കുന്നതിൻ്റെ അടുത്ത് പോയിട്ടില്ല. കാരണം അതൊരു വല്ലാത്ത അനുഭവമാണ്. നമ്മൾ നിന്ന് വിറച്ചു പോകും. ഈ പാറമേക്കാവിൻ്റെ വെടിക്കെട്ടിന് തിരികൊളുത്തി ജോസ് കരേരക്കാട്ടിൽ എന്ന വെടിക്കെട്ട് തലവനെ എടുത്തുകൊണ്ട് പോവുകയാണ്. കാരണം ഇവരുടെ ഒരു വർഷത്തെ മുഴുവൻ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അവസാനം ആ തീ കൊടുക്കുന്ന നിമിഷം ആ കൊടുക്കുന്ന ആൾ അതിൻ്റെ തലവനെ പിന്നെ അവരെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. കാരണം അത്രമാത്രം ടെൻഷൻ അനുഭവിച്ചാണ് ഇത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ചില സമയങ്ങളിൽ അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വിജയകുമാറെ പ്രത്യേകിച്ച് പറയാവുന്നൊരു കാര്യം, ഇവിടുത്തെ ആനകളെ നോക്കിക്കോളൂ. കഴിഞ്ഞ ഒരു 35-40 വർഷത്തെ അനുഭവം വെച്ച് പറയാം, ഇവിടെ ആന ഇടയാറില്ല. ആന ഇടയുന്നതില്ല. ജനങ്ങൾക്കിടയിൽ ജനങ്ങളും ആനയും തമ്മിൽ അതുപോലെയുള്ളൊരു സിംഫണിയോ വൈബൊക്കെയാണ്. എല്ലാവരും ആനയുടെ കാലിൻ്റെ ഇടയിലൂടെയൊക്കെ നടന്നു പോകും. ആന ഇടഞ്ഞാലും അവർ ഓടിപ്പോവില്ല. കാരണം ആനയും മനുഷ്യരും തമ്മിൽ അത്ര ബന്ധമാണ് ഉള്ളത്. അതാണ് ഈ കാണുന്നത്. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് ഈ തെക്കോട്ടിറക്കം വരുന്നത്. അതുപോലെ തന്നെ ഒരു തവണ മാത്രമാണ് ആന ഇടഞ്ഞത് ഞാൻ ഓർക്കുന്നത്. അത് ഒരു ആന ഓടി അത് അടുത്തുള്ളൊരു ക്ഷേത്രത്തിനുള്ളിൽ കയറി. അത് ഒഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ ഒരു 40 വർഷത്തെ ചരിത്രം ആന ഇടഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ പോലീസ് കാവല്, ബന്ദോബസ്ത്, ഇതിൻ്റെ ആവശ്യമില്ല. സ്വയം അച്ചടക്കം പാലിക്കുന്നവരാണ് തൃശ്ശൂരിൽ എത്തുന്ന പൂരപ്രേമികൾ. അവരിത് ആസ്വദിക്കാൻ വരുന്നവരാണ്. അതുകൊണ്ട് നോക്കിക്കോളൂ, ഇതുവരെ നടന്നതിൽ എന്തെങ്കിലും ഒരു അച്ചടക്കത്തിൻ്റെ പ്രശ്നങ്ങൾ. ഇത്രയും അച്ചടക്കമുള്ളൊരു ജനത ഒരു ഉത്സവത്തെ ഉത്സവമായി കണ്ട്, അതുപോലെ ഒരു ജനത തൃശ്ശൂരിലല്ലാതെ ഞാൻ മറ്റ് ജില്ലകളെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ തിരുവനന്തപുരത്തും മറ്റ് ജില്ലകളിലൊക്കെ ജോലി ചെയ്ത ആളാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ വൈബ് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തെക്കോട്ടിറക്കം, ഇതാ വളരെ പ്രശസ്തമായിട്ടുള്ള തെക്കോട്ടിറക്കം നടക്കുകയാണ്. അത് രാജാവിനെ വലം വെച്ച് 15 ആനകൾ മറ്റ് വടക്കുനാഥനെ നോക്കി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരുവമ്പാടിക്കാർ വരും, തിരുവമ്പാടിയുടെ ആനകൾ വരും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് വിജയകുമാർ, ഇവിടെ 15 ആനകളെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറയുമ്പോൾ തൃശ്ശൂർ പൂരത്തേക്കാൾ കൂടുതൽ ആനകളുള്ള പൂരമില്ലേ എന്ന് ചോദിക്കാം. ഉണ്ട്. ആറാട്ടുപുഴ പൂരത്തിന് 100-101 ആനകൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോയി കണ്ടിട്ടുണ്ട് ആറാട്ടുപുഴ പൂരം. പക്ഷേ തൃശ്ശൂർ പൂരത്തോളം വരുന്നില്ല. കാരണം ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു സിംഫണി തൃശ്ശൂർ പൂരത്തിനാണുള്ളത്. വെടിക്കെട്ട് തൃശ്ശൂർ പൂരത്തേക്കാൾ വെടിക്കെട്ട് നെന്മാറ വേലയ്ക്കുണ്ട്. പക്ഷെ നെന്മാർ വേലയുടെ വെടിക്കെട്ടല്ല തൃശ്ശൂർ പൂരത്തിന്. ഇപ്പം വെടിക്കെട്ടായാലും കുടമാറ്റമായാലും ആനകളുടെ ഇതായാലും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു തരം യുണീക്ക്നെസ്, ഒരു അപൂർവത തൃശ്ശൂർ പൂരത്തിനുണ്ട്. അതുകൊണ്ടാണ് പൂരങ്ങളുടെ പൂരമായിട്ട് തൃശ്ശൂർ പൂരം അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ നന്ദനെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ഗുരുവായൂർ കേശവൻ മുതൽ എന്താ പറയുക പ്രശസ്തരായ ആനകളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് വിജയകുമാർ.